എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 77-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ദശമകാന്ഡം. അകമേത് പുറമേതെന്നറിയാത്ത മനുജർക്ക് അറിവിൻ്റെ പൊരുളേകും പരം ജ്യോതിയെ എന്നും കനിവിൻ്റെ കനിയാകും പരം ധാമമേ. ഇരുളാലെ മനമാകെ ഘനമായി ചമയുമ്പോൾ മനതാരിരുളി വീശും പരം ജ്യോതിയെ എന്നും കനിവിൻ്റെ ഖനിയാകും പരം ധാമമേ. എൻ്റെ മനമാകും ഘനശൃംഗ വനമാകെ ശുചിയാക്കി ശിവഗംഗ ചലിക്കേണം വരദായക സ്വാമി. തവ വൃന്ദാവനമായി ഭവിക്കേണം മമചിത്തം തിരുനാമകുസുമങ്ങൾ പിരിഞ്ഞിടേണേ ദേവാ. തിരുമന്ത്രമുരച്ചിടാൻ കനിഞ്ഞിടേണേ വസിക്കേണം തിരുരൂപം മമചിത്തത്തിൽ. നാഥ ഉദിക്കേണം നവമക്ഷരം മമ ജിഹ്വയിൽ. സ്വാമി കനിയേണേ ശബരീശ ജഗദീശ ഭഗവാനേ. മുഴങ്ങേണേ നവാക്ഷരി ഉലകിലെന്നും പ്രഭോ. സ്വാമി അകറ്റേണം കലിദോഷമുലകിൽ നിന്നും. നാഥ പരത്തേണം ഭവശ്രീ ഉലകിൽ നിത്യം. ദേവാ പരത്തേണം ഭവശ്രീ എൻ മനസ്സിൽ സദാ. കലിയുഗ ധർമ്മശാസ്താവിൻ കഥാമൃതം കരിവാരണം ചെയ്യുവാൻ ശ്രുതി ചെയ്ത മുനീന്ദ്രന്മാർ സാരജ്ഞാനിയാം സൂതാചാര്യനും കൂടി ശാസ്താദേവദേവനെ മനതാരെങ്കിൽ ചേർത്തിട്ടുടൻ ഭൂതനാഥൻ്റെ പൊരുളാകവേ ഓർത്തിയിടിനാർ. ഭൂതനാഥനും ജമ്മേ കാരുണ്യമേ കീടിനാൻ. ആവിർമോദേന നിർവാണാനന്ദം നുകർന്നപ്പോൾ മുനീന്ദ്രന്മാർ പാരാതങ്ങളുടൻ ആചാര്യപാദങ്ങളെ വന്ദിക്കുന്ന ശാന്തരെ ആചാര്യോത്തമൻ താനും ഉണർന്നു വിളങ്ങിനാൻ. ആചാര്യപാദങ്ങളിൽ മാനസം ചേർത്തിടിന മാമുനീന്ദ്രരുമേറ്റം വിനയാദരാന്വിതം ചോദിച്ചാർ ഗുരുവോടൻപോൾ അൻപഴും മഹാഭാഗ. മോദചേതസാ പരബ്രഹ്മത്തിൻ കഥാമൃതം മാനസേ വഴിഞ്ഞിടും ആചാര്യോത്തമാ ഭവാൻ. മാനസം കനിഞ്ഞേറ്റം ശേഷമാം ഭാഗങ്ങളെ മാനസാനന്ദത്തിനായി അരുളി ചെയ്യണമേ. ലോകങ്ങൾ മൂന്നിങ്കിലും പേരും ശബരിമല ദേവദേവനാം ഭൂതനാഥനാലയം തീർക്കാൻ. ഭൂതനാഥനും ജമ്മേ ചൊന്നതിന് ഹേതുക്കളും ബ്രഹ്മജ്ഞാനങ്ങൾ സർവം താതനോടുരച്ചിട്ടും കർമ്മജ്ഞാനങ്ങൾ നാഥനോദാത്ത ഹേതുക്കളും നല്ലപോലെ ചെയ്യുവാൻ വല്ലായ്മയുണ്ടാകല. കല്യനാം മഹാഗുരു വല്ലായ്മയെല്ലാം പോക്കും അന്നങ്ങളശിക്കലും വൈമാറാതിരുന്നിടും മുന്നമീ ദാസന്മാരിൽ തൃക്കണ്ണ പാർക്കേണമേ. ഭഗവത് അവതാരങ്ങൾ. കല്യാണാലയൻ പാദയുഗ്മങ്ങൾ ശിരസിങ്കൽ നല്ലപോൽ ചൂടിയിടുന്നോരാര്യനാം മഹാസൂതൻ കല്യനാ ഭഗവാനെ മാനസം ചേർത്തിട്ടുടൻ മെല്ലവേ അരുൾ ചെയ്താൻ ചൊല്ലഴും മഹാന്മാരെ. ചൊല്ലാർന്ന പരബ്രഹ്മമാകുമൻ ദൈവത്തിൻ്റെ നല്ലതാം ചരിതങ്ങൾ വല്ലാതെ ശ്രവിക്കുമ്പോൾ വല്ലാതെ അകം തന്നിൽ ആനന്ദം ഭവിക്കുകയായി വല്ലാതായ വിചാരങ്ങൾ നിങ്ങൾക്ക് വന്നിടുന്നു. വല്ലായ്മയെല്ലാം പോക്കും അയ്യപ്പ കഥാമൃതം വല്ലായ്മ പോക്കിയിടുവാൻ ശേഷവും ചൊല്ലിയിടുന്നേൻ. സാരസാരനന്ദാനും വന്ദിക്കും ഭഗവാന്റെ സാരങ്ങൾ കേട്ടിടുവാൻ ഉള്ളത്തിൽ കൊതിക്കുന്നോർ സാരജ്ഞർ സംസാരത്തിൻ സാരങ്ങൾ ഗ്രഹിക്കുന്ന സാധുശീലന്മാർ നിങ്ങളെന്നു ഞാൻ ചൊല്ലിയിടുന്നേൻ. സാധുശീലന്മാർക്കെന്നും ശാസ്ത്രസാരങ്ങൾ കേൾപ്പാൻ പ്രീതിയും അകതാരിലേറുമേ മുനീന്ദ്രരെ. നല്ലതല്ലാതായി നാഥനൊന്നുമേ ഒരുവർക്കും വല്ലഭൻ മമ ദൈവം നൽകിയില്ലറിഞ്ഞാലും ഏവമോദി സൂതനയ്യപ്പ പാദാബ്ജങ്ങൾ വേഗമോടുള്ളം കയറ്റി ഭൂമിയിൽ നമിച്ചുടൻ വൈകല്യങ്ങളെ നീക്കാൻ കൈവല്യമാർന്നിടുവാൻ ദൈവസാരസ്യങ്ങളെ കൈതൊഴുതോതിയിടിനാൻ. സാരമായി ജഗത്തിങ്കൽ താരക പരബ്രഹ്മം ചാലപേരൂപങ്ങളും പേറുന്നു കാലം തോറും. ധർമ്മശാസ്താവിൻ പൊരുളല്ലാതെ ഒരു മൂർത്തി വന്നവതരിക്കില്ല യുഗം നാലിലും മുനീന്ദ്രരെ. എണ്ണമറ്റ സംഖ്യമായ അവതാരങ്ങൾ പേറുന്ന ചിന്മയൻ ശാസ്താവിൻ്റെ ലീലാവതാരം പാർക്കൽ. കാലവും യുഗം ദിക്കുന്നേരുമെന്നിവയ്ക്കെല്ലാം ചേരുന്ന വണ്ണം നാഥൻ കൈക്കൊള്ളും അവതാരങ്ങൾ ചാലവേ ഓതിയിടുമ്പോൾ നാലുണ്ട് പ്രധാനമായ ലീലാമാനസന്മാരെ മേളമായി കേട്ടിടുവിൻ. സത്യനാഥനാമെൻ്റെ ചിത്തനാഥനും മുന്നം ഭാർഗവനാമത്തോടെ പിറന്നു കൃതയുഗേ.
ധന്യനായി തപം ചെയ്ത് ധർമ്മപാലനം ചെയ്യുവാൻ പുണ്യമാം കർമ്മങ്ങളെ ഭൂമിയിൽ നിനച്ചഹോ. ബ്രഹ്മചര്യത്തെ പൂണ്ട നിർമ്മലൻ ഭൃഗുരാമൻ ധർമ്മപാലനങ്ങളും സത്യപാലനങ്ങളും കർമ്മമായി ചെയ്താൻ ശൗര്യശൂരാദി ഭാവങ്ങളാൽ നിർമ്മമൻ സദാ ധർമ്മരക്ഷണം ചെയ്തിടിനാൻ. ദുഷ്ടരാൻ രാജാക്കളെ സത്വരം നശിപ്പിച്ചിഷ്ടരാൻ ശിഷ്ടർക്കായി ഭാര്യനെ ദാനം ചെയ്തതും പുഷ്ടമോദേന ധർമ്മരക്ഷണം ചെയ്തു തന്നെൻ പുഷ്ടമായ ധർമ്മത്തിനെ പാലിച്ചാൽ ഭൃഗുരാമൻ. ധർമ്മരക്ഷണം ചെയ്യുവാൻ ധാർമ്മികനാകും രാമൻ കർമ്മജാലങ്ങൾ ചെമ്മയെ പാലിച്ചു പോന്നിടുമ്പോൾ വന്നിതു ത്രേതായുഗം ഭൂമിയിൽ ധർമ്മശാസ്ത്ര വന്നിതു രഘുരാമൻ എന്നുള്ള നാമത്തോടും. മേദിനി ദേവിക്കേറ്റ ഖേദങ്ങൾ നീക്കിയിടുവാൻ വേഗേന ഭൃഗുരാമ തേജസ്സും കൈക്കൊണ്ടതേ സത്യപാലനം ധർമ്മസ്ഥാപനം പത്നീവ്രതം മുഖ്യമായി കണ്ടു മമ ക്ഷത്രിയ രാമൻ മുതാ. മാതൃഭക്തിയും പിതൃഭക്തിയും ഗുരുഭക്തി ഭ്രാതൃസ്നേഹവും കൂടി ധന്യനായി രഘുരാമൻ ദുഷ്ടരാക്ഷസന്മാരെ കെട്ടോടെ പൊട്ടിച്ചഹോ. ശിഷ്ടയാം ഭൂമിക്കേകി മോദശ്രീ സദാകാലം. മാനവേശ്വരൻ രാമൻ മാനമോടയോധ്യയിൽ ദീനപാലനം ചെയ്താൻ ആർത്തിഹീനനാഥൻ ഭ്രാതൃത്വം പ്രിയവർത്തിത്വം ധീരത്വം ഉചിതജ്ഞത ആദിയാം ചാതുർവർണ്ണ തേജസാവനിയിൽ. ധർമ്മരക്ഷണത്തിനായി കർമ്മങ്ങൾ ചെയ്യും കാലം ധർമ്മവും സത്യം ശമതവും വളർന്നതേ. പിന്നെ ഈ ധരാതലെ ധർമ്മമൂർത്തിയാം ബ്രഹ്മം ഉന്നതൻ ഹലായുധപാണിയായി പിറന്നപ്പോൾ വന്നിത് മൂന്നാം യുഗം താവരനാമത്തോടും ചിന്മയൻ സഹാനുജൻ ധർമ്മരക്ഷണം ചെയ്താൻ. ദുഷ്ടനെങ്കിലും ഗുരുവീരന്റെ ഒരു ഭംഗം കഷ്ടമായി കണ്ടാൻ ബലഭദ്രനാമ ദൈവം. നഷ്ടമാക്കുവാൻ ചെറുതാവരും അധർമ്മത്തെ തുഷ്ടനായി ശ്രമം ചെയ്ത രോഹിണി സൂനുരാമൻ തുഷ്ടിയേറ്റുവാൻ മണ്ണിൽ കൃഷിയെ പാലിച്ചപ്പോൾ പുഷ്ടിയും ഭൂമവും വന്നു അഷ്ടിയും മുടിഞ്ഞുപോയി. വാർത്തല തീർത്ഥങ്ങളിൽ ആർത്തിയേറ്റിടാൻ രാമൻ തീർത്ഥസ്നാനങ്ങൾ ചെയ്താൻ കീർത്തനീയനാം നാഥൻ. വേദസാരാർത്ഥം ഗീത മാനവർ കേകിടുവാൻ പ്രീതനായി പാർത്ഥൻ തൻ്റെ സാരഥ്യം നടിച്ചവൻ. വേദസാരജ്ഞൻ സദാശികൃഷ്ണനായ വനീതലേ ജാതനായ ജീവന്മാർക്ക് പ്രീതികളെ കീടിനാൻ. രാമകൃഷ്ണന്മാർ തമ്മിൽ ഭേദഭാവങ്ങൾ കാണുവാൻ ഭൂമിയിൽ ജാതന്മാർക്കേ സാധ്യമല്ലതും ചൊല്ലാം. എന്നുമേ ധർമ്മത്തിനായി ശങ്കുലി മുഴക്കിയ ധന്യധന്യനാം രാമനാകുമൻ പരബ്രഹ്മം. മണ്ണിങ്കൽ വിളകൾ പോറ്റി മർത്യരക്ഷണം ചെയ്തോൻ പുണ്യ ശ്ലോകനായി വാഴ്ത്തും ശക്തി ബ്രഹ്മമാം ബലരാമൻ. ഇന്നിപ്പോൾ അഭിനീതലെ താപങ്ങൾ നീക്കിടുവാൻ വന്ദിത പരബ്രഹ്മ സമ്പൂർണ്ണ സ്വരൂപനായി ഭൂതനാഥനായി ആര്യദാതനായി ആമഗ്നായി ജീവികൾക്കുള്ളം വാഴും പരായഗുപ്താഖ്യനായി ഭൂവുകൾ സമ്പൂർണമായി ശാസനം ചെയ്തിടുവാൻ മേദിനിയെങ്കൽ ഭക്തരക്ഷകനയ്യപ്പനായി നിർമ്മല സ്വരൂപനായി ആദ്യന്ത വിഹീനനായി കർമ്മശാപഹൻ ധർമ്മശാസ്താവാം പരബ്രഹ്മം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.